ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുഷ എന്നാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ബി എ ഗുഡ് മോം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലാട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഒരു 9 മണി മുതൽ 4 മണി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണൊന്ന് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടതിന് ശേഷം ഇന്നിപ്പം എനിക്ക് വർക്കുള്ളൊരു ദിവസമാണ്. നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാനൊരു കോഫി ഇട്ടിട്ട് ആ കോഫിയുമായിട്ട് വർക്ക് ടേബിളിലോട്ട് വരികയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു കോഫി കുടിച്ചാൽ ഒരു എനർജി കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. കുറേ ജോലികൾ ചെയ്യാനുണ്ട്. അപ്പം കോഫി കുടിക്കാൻ നേരത്ത് ഒരു മനസ്സിനൊരു സന്തോഷം, ഒരു മനസ്സുഖം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോഫി ആക്കിയിട്ട് ഞാൻ നമ്മുടെ വർക്കിനിരിക്കുകയാണ്. ഇനിയിപ്പം ഒരു 9:30 മുതൽ ഒരു 1:30 വരെ നമ്മൾ വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ സെറ്റാക്കി നമ്മൾ വർക്ക് ചെയ്യാനുള്ള ആ ഒരു സംവിധാനങ്ങളൊക്കെ എടുത്ത് നമ്മളിനിയിപ്പം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു മാഗസിൻ എഡിറ്റിംഗ് ആണ്. ന്യൂസ് പേപ്പറാണ്, ക്രിസ്ത്യൻ ന്യൂസ് പേപ്പർ. അപ്പോൾ അതിന് ശേഷം ഒരു 1:30 ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പഴയ എണ്ണ ഡിസ്പോസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പഴയ എണ്ണ ഇങ്ങനെ വാഷ് ബേസിനിലൊക്കെ ഒഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ഒരു പഴയ തുണി എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇത് ചെയ്യുക, ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇത് അബ്സോർബ് ആവുമല്ലോ. പിന്നെ അത് നമുക്ക് ഡസ്റ്റ്ബിന്നിലോട്ട് ഇടാം. അപ്പോൾ അത് കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേനും ഉണങ്ങുമല്ലോ. പിന്നെ നമുക്ക് സുഖമായിട്ടത് കത്തിക്കാനിടാം. ഇതിപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊന്ന് കഴുകി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അപ്പോൾ വാഷ് ബേസിൻ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങാ നീര്, അതല്ലെങ്കിൽ കുറച്ച് വിനേഗറോ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങാ നീരും ഉണ്ടായിരുന്നില്ല, വിനേഗറും ഉണ്ടായിരുന്നില്ല. വിനേഗറിന് പകരം ഞാൻ എടുക്കുന്നത് ചൊറുക്കയാണ്. അങ്ങനെ ചൊറുക്കയും കൂടി അതെല്ലായിടത്തും ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് അവിടെ അങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് ക്ലീനാക്കി ആ ഒരു വാഷ് ബേസിൻ്റെ മേലത്തെ ഭാഗമില്ലേ, നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ജോയിൻറ്റ് വരണേ, അതും കൂടെ ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനൊരു ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. അതിൻ്റെ അടിയിൽ, അതായത് വീഡിയോ ഇങ്ങനെയായിരുന്നു, നമ്മുടെ പെട്ടെന്ന് ജോലികൾ തീർക്കാനുള്ള ആ ഒരു ടിപ്പും ട്രിക്സൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എത്ര സ്പീഡിൽ ജോലി ചെയ്താലും ജോലിയൊന്നും തീരൂല, പിന്നെ പുരുഷന്മാരുടെ ജീവിതം സ്മൂത്ത് ആക്കാനുള്ളതാണ് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കമൻ്റായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹസ്ബൻഡുമാർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്, അങ്ങനെയൊക്കെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടനുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണിപ്പോൾ. ഇതെവിടുന്നോ വന്നതാണ്. ഞാനൊരു ദിവസം ഫുഡ് കൊടുത്തു, അതിന് ശേഷം ആളിവിടുന്ന് പോണില്ല. അപ്പോൾ ആൾക്ക് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കണം. സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി, ഒരു 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ കവറുണ്ടല്ലോ, പൊട്ടിച്ച കവറ്, അതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്കിതാ ഒരു കുപ്പിയുടെ ഒരു കഴുത്തിൻ്റെ ഭാഗമില്ലേ, അതൊന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ പുറത്തേട്ട് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ പിന്നെ ആ കട്ട് ചെയ്ത് വെച്ചേക്കണ ഭാഗമില്ലേ, അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് അടപ്പടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ ആയാലും ആ കവർ നല്ല സേഫ് സെക്യൂറായിട്ട് ഇരുന്നോളും. പ്രാണി കയറൂല, എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും ചെയ്യും. അപ്പോൾ അത് പോവത്തുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതൊന്നും സാധനങ്ങളൊന്നും പോവത്തുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ശർക്കര ഇങ്ങനെ ചീമ്പി എടുത്തിട്ടുണ്ടായിരുന്നു, അത് അതിലോട്ട് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേണമെങ്കിൽ തേങ്ങയും ചേർക്കാം കേട്ടോ. ഇവിടെ മോൾക്ക് തേങ്ങ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ തേങ്ങ ചേർത്തില്ല. തേങ്ങ ഇടുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ നമ്മുടെ നല്ല കട്ടിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒഴിക്കണം വെള്ളം. നല്ല കട്ടി വരണം, അതായത് ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ നല്ല കട്ടിക്ക് വരണം ആ ഒരു മാവ്. എന്നിട്ട് കട്ട കെട്ടാണ്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കില്ലേ, അങ്ങനെയാണ് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അത് തന്നെയാണ് ഗോതമ്പിൻ്റെ വട്ടയപ്പം. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്, ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ.
അപ്പോൾ ഇനിയിപ്പം ഇത് ഞാൻ അടുപ്പേ വെച്ചു. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മുറ്റം അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പൂച്ചക്കുട്ടൻ ഇവിടെ ഹാജരാണ്. ആളിവിടെ ഈ ഒരു ചവിട്ടിയിലാണ് കേട്ടോ ഉറങ്ങുന്നതുമെല്ലാം. അപ്പോൾ ഇനി നമുക്ക് മുറ്റം അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ചിന്താഗതിയാണ് കേട്ടോ അത്. ഒരിക്കലും അങ്ങനെയൊന്നുമല്ല സംഗതി. എന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡുമാരും ചിലപ്പോൾ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവില്ലേ, അവർക്കും കഷ്ടപ്പാടല്ലേ, അവരും ബുദ്ധിമുട്ടി ജോലി ചെയ്തിട്ടല്ലേ വരണേ. അപ്പോൾ നമ്മൾ മക്കളെ നോക്കിയിട്ട് വീട്ടിലിരിക്കാൻ നമ്മൾ തയ്യാറായിട്ടാണല്ലോ നമ്മൾ ഒരു ഫാമിലി ലൈഫിലോട്ട് വന്നത്. അതായത് നമ്മളങ്ങനെ തയ്യാറായിട്ടായിരുന്നില്ല, നമ്മൾ അങ്ങനെ ഇരുന്നു. ഏതായാലും ഓൾറെഡി നമ്മളിപ്പം എന്താ പറയുക, ഒരു ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ ഹോം മേക്കറാണ്. ആ ഒരു റോളിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളതനുസരിച്ചിട്ട് ഇപ്പം ഹസ്ബൻഡുമാരും വൈഫുമാരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാം. ഇന്നിന്ന കാര്യങ്ങൾ രാവിലെ ചെയ്യാനുണ്ട്, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ളത് നമുക്ക് ആവശ്യപ്പെടാം. തീർച്ചയായിട്ടും അവർ നമുക്കത് ചെയ്തു തരും എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ, അതൊന്ന് ചെയ്തു തരുമെന്ന് പറയുമ്പോൾ അവരെന്താണെങ്കിലും ചെയ്തു തരില്ലേ, തരും എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്കൊന്ന് ബാത്റൂം ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ വട്ടയപ്പം ഒക്കെ അവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാത്റൂം ഒന്ന് വേഗം കഴുകിയെടുക്കാം. അപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു വാഷ് ബേസിൻ ക്ലീൻ ചെയ്തെടുക്കണത്. അപ്പോൾ ബാത്റൂമിലെ വാഷ് ബേസിൻ അങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ ക്ലീനാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ മിക്കപ്പോഴും കുളിക്കുമ്പോഴൊക്കെ തന്നെ ആ ഒരു ക്ലീനിങ് ജസ്റ്റ് ഒന്ന് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ്ങിന് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യാനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടോയ്ലറ്റിൻ്റെ സീറ്റും അതുപോലെ തന്നെ നമ്മുടെ ആ അടപ്പും കൂടി ഒന്ന് ഗ്ലൗസ് വെച്ചിട്ട് തന്നെയാണ് നീറ്റാക്കി എടുക്കുന്നത്. ഈ ഒരു ഹാർപ്പിക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഹാർപ്പിക്കിൻ്റെ പോട്ടിൽ ഒഴിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഹാർപ്പിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു വലിയ കന്നാസിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കാണ്. എന്നിട്ട് ആവശ്യത്തിന് ഇതുപോലുള്ള ബോട്ടിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഹസ്ബൻഡിനോട് നമ്മളിപ്പം ഒരു നേഴ്സാണ് അല്ലെങ്കിൽ ടീച്ചറാണ്, അങ്ങനെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ രാവിലെ എല്ലാ ജോലികളും ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ നമ്മളുടെ ജോലി സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡും അതുപോലെ തന്നെയാണെങ്കിൽ പലപ്പോഴും അവരെന്താ ചെയ്യുന്നത്, അവർ രാവിലെ എഴുന്നേറ്റു റെഡിയായി ഫുഡ് കഴിച്ച് ഇറങ്ങുകയാണ് പതിവ്. അപ്പോൾ അതിന് പകരം നമ്മൾ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുക. അപ്പം നമ്മൾ ഓടിച്ചെന്നിട്ട് കട്ടൻട്രി ആയിട്ട് എനിക്ക് നിങ്ങൾ അത് ചെയ്യുന്നില്ല, നിങ്ങളിത് ചെയ്യുന്നില്ല, അങ്ങനെ വഴക്കുണ്ടാക്കാനല്ല പറയണത്. പതിയെ അവരെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം. അവർക്ക് അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അവർക്ക് അറിയില്ല. അതായത് ടൈം എടുക്കുന്നത് ഇങ്ങനെയാണ്. അവർ നോക്കുമ്പോൾ വലിയ ജോലികളൊന്നുമില്ല, ജസ്റ്റ് ഒരു കുക്ക് ചെയ്താൽ പോരേന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കണേ. പക്ഷേ നിങ്ങളുടെ ടൈമാണ് അവിടെ പോകുന്നത് എന്ന് കുറച്ച് ദിവസം അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളെല്ലാവരെയും അങ്ങനെ തന്നെയാണ്. കുറച്ച് ദിവസം നമ്മളെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ പിന്നീട് അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവും കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലോട്ട് നമ്മുടെ ഹാർപ്പിക്കും അതുപോലെ തന്നെ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലൊരു സ്മെൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹാൻഡ് വാഷും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഫ്ലോറിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഒന്ന് നന്നായിട്ട് ഉരച്ച് ക്ലീനാക്കി എടുത്തു. അപ്പം അങ്ങനെ നമ്മുടെ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഈ പഴയ ബാത്ത് ടവലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതിന് ശേഷം പുതിയൊരു ബാത്ത് ടവലൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ ബാത്റൂമിൻ്റെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളുടെ ബെഡ്റൂമിലായിരുന്നു ബാത്റൂം ഞാൻ ക്ലീനാക്കിയത്. ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് നമ്മുടെ ലിസ്റ്റ് അനുസരിച്ച് ഈ ഒരു ബാത്റൂമായിരുന്നു ക്ലീനിങ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് കുറേ തുണികൾ മടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പുരുഷന്മാരുടെ ജീവിതം സ്മൂത്താക്കി കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ ലൈഫ് എന്നൊന്നും. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു പഠിക്കാനെന്നറിയോ. പക്ഷേ നമ്മളൊരു ഡിസിഷനായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കുമ്പം നമ്മുടെ പാർട്ട്ണർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തുണികളെല്ലാം ഒന്ന് മടക്കി അതതിൻ്റെ സ്ഥാനത്തോട്ട് വെച്ച് ഇത് ഞാൻ വേണമെങ്കിൽ എനിക്ക് വൈകുന്നേരം ഇത് കൊണ്ടിട്ടാൽ മതി, ഹസ്ബൻഡും പിള്ളേരും കൂടെ ചെയ്തോളും. പക്ഷേ എനിക്കിപ്പോൾ ടൈം ഉള്ളത് കാരണം ഞാൻ ചെയ്തു എന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വട്ടയപ്പൊക്കെ അവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു. ഇനിയിപ്പം ബൂസ്റ്റും പാലും സെറ്റാക്കുകയാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൂസ്റ്റും പാലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കോഫി ചോദിക്കും. കോഫി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റും പാലും മതി എന്ന് പറയും. അങ്ങനത്തെ രണ്ട് സാധനങ്ങളാണ് കേട്ടോ അവർ രണ്ടാളും. മോളങ്ങനെ കൂടുതലും പറയില്ല എന്താ ഉള്ളതെന്ന് വെച്ചാൽ കഴിക്കും. മോനാണെങ്കിൽ ബൂസ്റ്റും പാലും വെച്ചാൽ അവൻ പറയും കോഫി വേണമെന്ന്, കോഫി വെച്ചാൽ അവൻ പറയും ബൂസ്റ്റും പാലും വേണമെന്ന്. അങ്ങനെയാണ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് ഉണ്ടായത്.
അപ്പോൾ അങ്ങനെ പിന്നീട് ഞാൻ അവന് രണ്ടാമത് കോഫി ഇട്ടൊക്കെ കൊടുക്കേണ്ട വന്നു. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ പിള്ളേർ വന്നു കഴിഞ്ഞാൽ 3:45 3:35 ആകുമ്പം അവർ വരും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം കാർട്ടൂൺ കണ്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് സമയം പഠിക്കും കേട്ടോ. പിന്നെയാണ് അവർ കളിക്കാൻ പോണത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അവർ കുളിക്കുന്നത്. ബാക്കിയുള്ള ഹോംവർക്കും കാര്യങ്ങളും പിന്നെ അവരുടെ പ്രെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം അങ്ങനെ ബിസിയാവും. ഇപ്പം മോൾക്ക് ഒരുപാട് പഠിക്കാനുള്ളത് കാരണം അവളുടെ കൂടെ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കണം. കുറേ നേരം അവളുടെ കൂടെ ഇരിക്കണം. അവൾ എന്തോരം നേരം പഠിക്കുന്നുണ്ടോ അത്രയും നേരം നമ്മളിരിക്കണം. അതാണ് അവസ്ഥ. അപ്പോൾ ദാ പിള്ളേർ പുറത്ത് കളിക്കാനൊക്കെ പോയപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പാസേജും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണും കൂടി ഒന്ന് തുടച്ചെടുക്കാമെന്ന്. അപ്പോൾ എല്ലായിടും ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനു ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കിച്ചണും അതുപോലെ തന്നെ പാസേജും കൂടി ഒന്ന് നീറ്റാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മേഖലയാണ് നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ അടിഭാഗം തുടയ്ക്കലെന്ന് പറയുന്നത്. തീരെ ഭയങ്കര മടിയാട്ടോ. പക്ഷെ എന്താ ചെയ്യുക, അതാണ് ആ ഭാഗമാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടാവണേ. അപ്പോൾ അങ്ങനെ ഇത് മോപ്പിങ്ങോടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് സമയം ഇപ്പം ഏകദേശം 4 മണി 4:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.